ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതും ഹെൽത്തിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. മില്ലറ്റ് കിച്ചടി. മില്ലറ്റ് കിച്ചടിയിൽ കീൻവയാണ് ഞാനിന്ന് കിച്ചടിയായി തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. മില്ലറ്റ് ഒരുപാട് മില്ലറ്റ് ഉണ്ട്. നമ്മുടെ റാഗി, തിനൈ, വരക്, അതുപോലെ കീൻവ, ഇങ്ങനെ മില്ലറ്റ് വകകളിൽ ഒരുപാട് ഇനം മില്ലറ്റാണ് ഉള്ളത്. ഇത് കീൻവയാണ് ഞാനിത് തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിന്ന് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും അതുപോലെ ഓൺലൈനിലും ലഭ്യമാണ്. വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് വളരെയധികം യൂസ്ഫുള്ളാണ് ഈ റെസിപ്പി. അതുപോലെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉള്ളവർക്കും ഇഡലിയും ദോശയും അപ്പവും ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായോ ഡിന്നറായോ ലഞ്ചായോ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ആദ്യം 1/2 കപ്പ് കീൻവ 4-5 പ്രാവശ്യം വെള്ളത്തിൽ നല്ലതുപോലെ കഴുകി കളഞ്ഞതിന് ശേഷമാണ് ഞാനിത് കുതിർക്കാനായിട്ട് വയ്ക്കുന്നത്. ഇത് അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും കുതിർത്തതിന് ശേഷം വേണം നിങ്ങളിത് തയ്യാറാക്കാനായിട്ട്. എന്നിട്ട് 1/4 കപ്പ് ചെറുപയർ പരിപ്പ് ഞാനിവിടെ ചെറുപയർ പരിപ്പും 3-4 പരിപ്പ് മിക്സ് ആയിട്ടുള്ള പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഈ മിക്സ് പരിപ്പും നമുക്ക് മാർക്കറ്റിൽ നിന്ന് ലഭ്യമാണ്. ഈ മിക്സ് പരിപ്പ് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ചെറുപയർ പരിപ്പ് 1/4 കപ്പ് ചേർത്താൽ മതി. 1/2 കപ്പ് കീൻവയ്ക്ക് 1/4 കപ്പ് ചെറുപയർ പരിപ്പ്. ഇത് രണ്ടും 1 മണിക്കൂർ കുതിർത്തതിന് ശേഷം വേണം ഇത് തയ്യാറാക്കാനായിട്ട്. പ്രഷർ കുക്കർ അടുപ്പിൽ വെച്ച് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കടുകും ജീരകവും ഇട്ട് പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി, 4 വറ്റൽമുളക്, ഒരു 5-6 വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതിന് ശേഷം അതും ഒരു 4 വറ്റൽമുളകും കൂടി ഇതിലേക്കിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് അതൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് കുതിർത്ത് വച്ചിരിക്കുന്ന കീൻവയും പരിപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുകൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കും. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പ് അധികമൊന്നും ചേർക്കണ്ട, ഒരല്പം ഉപ്പ് ചേർത്താൽ മതി. കാരണം കൂടുതൽ ആയിപ്പോയാൽ ഇത് കഴിക്കാൻ വളരെ പാടായിരിക്കും. അതുകൊണ്ട് ഉപ്പ് ആദ്യം നിങ്ങൾ കുറച്ച് മാത്രം ചേർത്താൽ മതി. വെന്ത് കഴിഞ്ഞതിന് ശേഷം ഉപ്പില്ലെങ്കിൽ നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 4 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഒരു 5 വിസിൽ വരുന്നത് വരയ്ക്കും നമുക്ക് വെയിറ്റ് ചെയ്യണം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വിസിൽ വരാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത്. ലോ ഫ്ലെയിമിൽ വെച്ച് കഴിയുമ്പോൾ നല്ല രീതിയിൽ നല്ല വെണ്ണ പോലെ വെന്ത് കിട്ടും. അതിനു വേണ്ടിയാണ് ലോ ഫ്ലെയിമിൽ വയ്ക്കാനായിട്ട് പറയുന്നത്. ഒരു 5 വിസിൽ വന്നതിന് ശേഷം നമുക്കിത് എടുക്കാവുന്നതാണ്. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു കറി കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. തക്കാളിയും ഉള്ളിയും കൂടിയുള്ള ഒരു കറിയാണ്. ഈ ഒരു കറി നമുക്ക് ഇതിന് മാത്രമല്ല ഇഡലിക്കും ദോശയ്ക്കും അപ്പത്തിനും ചോറിനും എല്ലാത്തിലും കഴിക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ തക്കാളി കറി. തക്കാളി ആദ്യം നമുക്ക് കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിലിട്ട് വെള്ളം ചൂടായതിന് ശേഷം തക്കാളിയും ഉപ്പും മഞ്ഞളും കൂടിയിട്ട് തക്കാളി ഒന്ന് വെന്ത് മുകളിലത്തെ തൊലി ഒന്ന് പൊട്ടുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. കീൻവ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ടൊരു കറി കൂടി തയ്യാറാക്കാം. ഈ കീൻവ നമുക്ക് അങ്ങനെ തന്നെ കഴിക്കാം. അതിൻ്റെ കൂടെ വേറെ ഒന്നും വേണമെന്നില്ല. ഒരല്പം നാരങ്ങ നീര് അതിൻ്റെ മുകളിൽ പൊഴിഞ്ഞൊഴിച്ചതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ക്യാരറ്റോ ബീട്രൂട്ടോ അങ്ങനെയുള്ള സവാളയോ പച്ചയ്ക്ക് നമുക്ക് അരിഞ്ഞ് ചേർത്ത് മിക്സ് ചെയ്തും കഴിക്കാവുന്നതാണ്. പക്ഷേ ഇതുപോലെ തക്കാളി കറി ഉണ്ടെങ്കിൽ നല്ലൊരു രുചിയാണ് കേട്ടോ കഴിക്കാനായിട്ട്. നമുക്ക് എത്ര കഴിച്ചാലും നമുക്ക് മതി വരില്ല. അത്രയ്ക്കും ടേസ്റ്റാണ് ഈ തക്കാളി കറിയും കീൻവ കിച്ചടിയും. കടായി ചൂടാക്കി 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ആദ്യം നമുക്ക് ജീരകം ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ജീരകവും കടുകും കൂടി ഇട്ട് പൊട്ടിച്ചതിന് ശേഷമാണ് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇട്ട് വഴറ്റാനായിട്ട്. എന്നിട്ട് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് അതുകൂടി വഴറ്റിയെടുക്കാം. കറിവേപ്പില കൂടി ഇട്ട് വഴറ്റിയതിന് ശേഷം കുറച്ച് മുരിങ്ങയില കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മുരിങ്ങയില നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഈ മുരിങ്ങയില ഇതിലേക്ക് ഇട്ടു എന്ന് വിചാരിച്ച് വേറൊരു പ്രത്യേക മുരിങ്ങയിലയുടെ സെപ്പറേറ്റ് ആയിട്ടുള്ള രുചിയൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല. തക്കാളിയും മുരിങ്ങയിലയും കൂടി ചേർന്നിട്ടുള്ള കോമ്പിനേഷൻ നല്ല രുചിയാണ് കഴിക്കാനായിട്ട്. നിങ്ങളൊന്ന് ചെയ്ത്
കഴിച്ചു നോക്കണം കേട്ടോ. എന്നിട്ട് 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. മസാല കരിഞ്ഞു പോകരുത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തയ്യാറാക്കാനായിട്ട്. അലൂമിനിയം പാത്രത്തിലൊന്നും തയ്യാറാക്കരുത്. ഇരുമ്പ് പാത്രം, നമ്മുടെ ഇരുമ്പ് ചട്ടി ഉണ്ടെങ്കിൽ അതിൽ തയ്യാറാക്കിയാലാണ് കുറച്ചുകൂടി രുചി കേട്ടോ, കഴിക്കാനായിട്ട് രുചിയും ഹെൽത്തിയും. എന്നിട്ട് നമ്മൾ ഈ വേവിച്ച് ഉടച്ചു വച്ചിരിക്കുന്ന തക്കാളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ തക്കാളി കൈകൊണ്ട് ആണ് ഉടച്ചെടുത്തിട്ടുള്ളത്, സ്പൂൺ വെച്ചിട്ടാണ് ഉടച്ചെടുത്തിട്ടുള്ളത്. എനിക്ക് പെട്ടെന്ന് തയ്യാറാക്കണത് കൊണ്ട് രാവിലെ കൈ കൊണ്ടൊന്നും ഉടയ്ക്കാതെ സ്പൂൺ കൊണ്ട് എനിക്ക് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാനായിട്ട് പറ്റാത്തത് കൊണ്ടാണ് സ്പൂൺ കൊണ്ട് ഉടച്ചത്. നിങ്ങൾ തണുത്തതിന് ശേഷം കൈ കൊണ്ട് നല്ലതുപോലെ ഉടച്ചെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് ഒരല്പം കായപ്പൊടിയും കൂടെ ചേർത്തിളക്കി നല്ല ചൂടുവെള്ളം 4 ഗ്ലാസോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നല്ല കുറുകിയ ചാറ് വേണ്ട, കുറച്ചല്പം ലൂസായിട്ടിരിക്കുന്നതാണ് ഇത് നല്ലത്. എന്നിട്ട് ഉപ്പും കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നതിലേക്ക് വേണം അടച്ചു വയ്ക്കാനായിട്ട്. നിങ്ങളിതിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല തിളച്ച വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഈ തിളച്ച വെള്ളം ഒഴിക്കുമ്പോഴാണ് ഇതിൻ്റെ രുചി കുറച്ചുകൂടി നമുക്ക് കിട്ടുക. കാരണം നമ്മൾ ചൂടായിട്ടിരിക്കുന്ന സാധനത്തിൽ നമ്മൾ തണുത്ത വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ രുചി കുറച്ചുകൂടി കുറയും. അതുകൊണ്ടാണ് ഞാനങ്ങനെ ചൂടുവെള്ളം ഒഴിക്കാനായിട്ട് പറയുന്നത്. എന്നിട്ട് കടായി ചൂടാക്കി 1/2 സ്പൂൺ ഉലുവയും 1/2 സ്പൂൺ ജീരകവും കൂടി ചൂടാക്കി വറുത്ത് നല്ല മണം വരുന്നത് വരെ വറുത്തെടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ പൊടിച്ച് നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ജീരകവും ഉലുവാപ്പൊടിയും ഒരു കാരണവശാലും നിങ്ങൾ മിസ് ചെയ്യരുത്. ഇത് രണ്ടും കൂടി ഇട്ട് കഴിയുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള രുചി നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഇതൊരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. ജീരകവും ഉലുവയും ഒന്നും ഇല്ലാത്ത ഒരു വീടും ഇല്ലല്ലോ. എന്നിട്ട് ശർക്കര ലാസ്റ്റിൽ ഇതിൻ്റെ രുചി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരല്പം ശർക്കരയും ഉപ്പുണ്ടാകുന്ന നോക്കിയിട്ട് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. നല്ലതുപോലെ വെന്ത് പാകമായിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് മല്ലിയിലയോ അതല്ല ഉലുവയിലോ ഉണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ രണ്ടുമില്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ചേർക്കുന്നില്ല. കാണാൻ നല്ലൊരു ഭംഗിയാണ് ഈ കറി. എല്ലാത്തിനും കൂടെ ഇത് കഴിക്കാവുന്നതുമാണ്. ഇനി നമുക്ക് ഈ കിച്ചടിയും ഈ തക്കാളി കറിയും കൂടി ഒന്ന് രുചിച്ച് നോക്കാം. ഈ കിച്ചടി ഇതുപോലെ തന്നെയും നമുക്കൊരല്പം നെയ്യും നാരങ്ങ നീരും കൂടെ ഒഴിച്ചും കഴിക്കാവുന്നതാണ്. കറി ഒന്നും ആവശ്യമില്ല, പക്ഷേ ഈ കറി കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി രുചിയായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിതുപോലെ തയ്യാറാക്കി കഴിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനൊന്നും മറക്കല്ലേ. നിങ്ങളുടെ കമൻറ്റ് കണ്ടിട്ട് വേണം മറ്റുള്ളവർക്ക് കൂടി അതൊരു പ്രചോദനമായിട്ട് വരാനായിട്ട്. വളരെ ഹെൽത്തിയാണ്, ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, വളരെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കിച്ചടിയാണ്. തയ്യാറാക്കി നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ, ടാറ്റ.